തിരുവനന്തപുരത്ത് നിന്ന് വിനോദിനൊപ്പം നമ്മുടെ നിയുക്ത മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിനോദ്, മൂന്നാം തവണ ഇപ്പോൾ വീണ്ടും രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. വിനോദ്, തുടർന്നോളൂ. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരിക്കൽ കൂടി മന്ത്രിസഭയിലേക്ക് വരുന്നു. ആദർശ രാഷ്ട്രീയത്തിന് ലഭിക്കുന്ന അംഗീകാരമാണ്. ഈ ആദർശ രാഷ്ട്രീയം എന്നത് എല്ലാ രാഷ്ട്രീയക്കാരുടെ പേരിനൊപ്പവും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തോടൊപ്പവും ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല. അഭിമാനം തോന്നുന്നൊരു നിമിഷം കൂടിയാണ്. ജനങ്ങൾക്കും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് പലതും. അപ്പോൾ ഇതിൻ്റെ ആരംഭകാലം തൊട്ട് ഒരു എളിയ പ്രവർത്തനം നടത്തുന്നതാണ്. അത് ഞങ്ങൾ ഗാന്ധിയൻ മൂല്യങ്ങളിൽ വിശ്വസിച്ച് ഗാന്ധിയിലേക്ക് മടങ്ങൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന ഒരു സന്ദേശം, മുഖസന്ദേശം പ്രകാശിതമാക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന ഓരോ പദവിന്യാസങ്ങളിലും പ്രവർത്തനങ്ങളിലും അത് പ്രതിധ്വനിപ്പിക്കണം, അത് പ്രകടമാക്കണം എന്നുള്ള ഒരു വിശ്വാസ്യതയും സത്യസന്ധതയുമാണ് ഈ കാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഒറ്റവാക്കി പറയാനുള്ളത്. VSന്റെ മന്ത്രിസഭയിലേക്ക് അംഗമായി എത്തുന്നു. പിണറായി സർക്കാരിൽ രണ്ടാം പിണറായി സർക്കാരിലും വരുന്നു. ഈ മന്ത്രിയായിട്ടുള്ള കാലഘട്ടം അത് എങ്ങനെയാണ് ഈ നേതാക്കളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും ഉള്ളത് അങ്ങ് വിലയിരുത്തുന്നത്? ആദ്യ മന്ത്രിസഭ അംഗമാകുന്നത് VSന്റെ മന്ത്രിസഭയിലാണ്. അന്ന് ദേവസ്വം പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി വകുപ്പിൻ്റെ മന്ത്രിയായിട്ടാണ്. അതൊരു പുതിയതായിരുന്നു. ദേവസ്വം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ വിശാലതയുണ്ടല്ലോ. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷൻ വരുമ്പോൾ സർക്കാരിൻ്റെ പ്രിൻറ്റിംഗ് സ്റ്റേഷൻ വിഷയമായിട്ട് എല്ലാം ബന്ധപ്പെട്ട അതിൻ്റെ അത് പഠിക്കുക ആദ്യമായിട്ട് മന്ത്രിയാകുന്നില്ലേ. അപ്പോൾ ആദ്യം തന്നെ പഠനമാണ്. ഇപ്പോഴും പഠിക്കുകയാണ്. കാരണം പഠനം പൂർത്തിയാവില്ലല്ലോ. ഒരു പൊതുപ്രവർത്തകന്മാർക്ക് ഓരോ അനുഭവങ്ങളും അനുഭവം. അന്ന് അതെല്ലാവരുടെ സഹകരണം, ഉദ്യോഗസ്ഥന്മാർ, നമ്മളൊരു ബന്ധപ്പെടലും അതൊരു ഘടകമാണല്ലോ. അങ്ങനെ അത് ഒരു പരിധി വരെ. രണ്ടാമത് പിണറായി വിജയൻ സർക്കാരിലാണ് 5 വർഷം. അതാണെങ്കിൽ തുറമുഖം, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പാണ്. അപ്പോൾ അതൊരു വളരെ വിശാലമായ ഇതാണ്. എന്നെപ്പോലെ എളിയവരായ കൈകൾ കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു ഭയങ്കരമാണല്ലോ എന്നുള്ള വിശ്വാസമാണ്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കരുത്തനായ മുഖ്യമന്ത്രിയും മറ്റ് സഹപ്രവർത്തകരും ജസ്മാരൊക്കെ തന്നെ കാണിച്ചിട്ടുള്ള ഒരു ഉദാരമായ പിന്തുണയും സഹായങ്ങളും പ്രോത്സാഹനവും കരുത്തും ഏത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം നൽകുന്നൊരു വസ്തുതയാണ്. എനിക്ക് സ്വന്തമായിട്ട് ആ കഴിവൊന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പശ്ചാത്തലങ്ങളും ഈ സഹായ ഘടകങ്ങളും സമന്വയിച്ച് മുന്നോട്ട് പോയാൽ ഏത് പ്രയാസങ്ങളെയും പ്രയാസരഹിതമാക്കി മാറ്റാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാകാൻ കഴിഞ്ഞ ഒരു അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു. ആ കാണിച്ചിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു അസ്വീകാര്യതയുടെയോ ഒരു സംഘർഷാത്മകതയുടെയോ അന്തരീക്ഷമാക്കുന്നതിൻ്റെ വിവരമില്ല. അതുകൊണ്ട് അത് ആ നിലക്കാരും സർക്കാരിൻ്റെ ഒരു സമീപനവും ആ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുക എന്നുള്ളതിന് പ്രാധാന്യം. ആ നിലക്കുള്ള ഒരു വലിയ ശ്രമങ്ങൾ നടത്തുന്നതാണ്. വളരെ ബൃഹത്തായൊരു സംവിധാനമാണ് അന്ന് ചുമതല ഏറ്റെടുക്കേണ്ടത്. പക്ഷെ അത് എത്രമാത്രം നിർവഹിക്കപ്പെട്ടു എന്നുള്ളത് വിലയിരുത്തേണ്ടത് മറ്റുള്ളവരാണ്. എങ്കിലും അതിനോട് നീതി പുലർത്താനും സത്യസന്ധതയും വിശ്വാസവും കാണിക്കാനുമുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുണ്ടായൊരു കാര്യം. പൂർണ്ണമായും അങ്ങ് നീതി പുലർത്തി എന്ന് തന്നെ പറയണം. കാരണം ഈ വിഴിഞ്ഞം തുറമുഖം അത് UDF സർക്കാരിൻ്റെ അവസാന കാലത്ത് അതിൻ്റെ ഒരു പ്രാരംഭ നടപടിക്രമങ്ങൾ കഴിഞ്ഞു പോയ ശേഷം അതിൻ്റെ എല്ലാ കാര്യങ്ങളും പല പ്രതിസന്ധികൾ അതെല്ലാം തരണം ചെയ്ത് ഈ അതായത് ഗ്രൂപ്പുമായി ചർച്ച ചെയ്യുന്നു, കാലാവസ്ഥയുടെ പ്രതിസന്ധി ഉണ്ടാകുന്നു, പാറയുടെ ക്ഷാമം ഉണ്ടാകുന്നു, കോവിഡ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇതെല്ലാം തരണം ചെയ്യാൻ അത് ആ സമയത്ത് ഇതെല്ലാം നോക്കിക്കാണുമ്പോൾ എന്തായാലും അതെ ഈ താങ്കൾ ചൂണ്ടിക്കാണിച്ച അതെല്ലാം വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെല്ലാം ലഘൂകരിക്കാനും അത് പരിഹാരം കാണാനുമുള്ള ഒരു സമീപനം പറഞ്ഞ സ്വീകരിച്ചുകൊണ്ട് ഏറ്റുമുട്ടേണ്ടതല്ല, ഒരു സഹകരണീയതയുടെ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ്. ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഇത് ഏറ്റുമുട്ടലും വാർത്തയും കാര്യങ്ങളും എല്ലായിരിക്കും. പക്ഷേ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിന് സ്വീകരിക്കപ്പെടുന്ന ഒരു സമന്വയത്തിൻ്റെ പാത, ആ സമന്വയത്തിൻ്റെ പാതയാണ് സർക്കാരും സ്വീകരിച്ചത്. അതിനാണ് അപ്പോൾ ഇന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു. കാരണം ഇത് ബൃഹത്തായ പരിപാടിയല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അതിൻ്റെ ഉപദേശങ്ങളെല്ലാം കൂടി വന്നപ്പോൾ അതിൻ്റെ ഒരു വലിയ ഘട്ടം താങ്കൾ പഠിച്ചതുപോലെ വളരെ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. താങ്കൾ ചൂണ്ടിക്കാണിച്ചില്ലേ, ആ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷയങ്ങൾക്കൊക്കെ തന്നെ ഒരു സമന്വയത്തിൻ്റെ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ പരിഹാരം കാണാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ഈ വകുപ്പിൻ്റെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം ആയിട്ടില്ല, പ്രഖ്യാപിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് പറഞ്ഞു എന്നല്ലാതെ
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഏത് വകുപ്പാണ് എന്ന് നിശ്ചയിക്കേണ്ട പരമാധികാരി മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പിന്നെ പറയണം. ഇതിപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് അതാണ് എങ്കിൽ എന്നുള്ളതാണ്. ഇന്ന വകുപ്പ് എന്നല്ല, വകുപ്പ് ഏതായിരുന്നാലും ശരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന ആ വകുപ്പ് ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് സത്യനിഷ്ഠതയും നീതിയും വിശ്വാസ്യതയും കൂറും പുലർത്തുക, അത് പരമാവധി വിജയിപ്പിക്കാൻ വേണ്ടി ഉള്ള കഴിവ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതിനാണ് പ്രാധാന്യം. ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്തും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പല അമ്പലങ്ങളും, അത് ഒരുപക്ഷെ നടവരുമാനമൊക്കെ കുറവുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയും വലിയ വികസനങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഒരു ജനങ്ങളുടെ ആവശ്യങ്ങളും ഭക്തജനങ്ങളുടെ ആവശ്യങ്ങൾ, അതിൻ്റെ ക്ഷേത്രം ഭാരവാഹികൾ, അതുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ജനപ്രതിനിധികളുണ്ടല്ലോ, പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി, പിന്നെ നിയമസഭ സാമാജികന്മാർ, MP ഇങ്ങനെ ഉണ്ടല്ലോ. എല്ലാ ജനപ്രതിനിധികളുടെയും കൂട്ടായ സഹകരണം സമന്വയിപ്പിച്ചു. മനസ്സിലായില്ലേ? അവിടെ ആ പ്രദേശത്ത് പ്രതിനിധാനം ചെയ്യുന്നവരുടെ നിർദ്ദേശങ്ങളും സഹായങ്ങളും കൂടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് ശ്രമിച്ചത്. അതിന് ഈ പറയുന്ന മാതിരി സമയവും അതിൻ്റെ സൗകര്യങ്ങളും നൽകുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെയധികം താല്പര്യവും ശ്രദ്ധയും കാണിച്ചു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഒരു കാര്യം കൂടി, നമ്മൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരികയാണ്, നവകേരള യാത്ര കഴിയുന്നു, കൃത്യമായി ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൂടി നമ്മുടെ നാട് പോവുകയാണ്. അങ്ങ് ദേശീയ രാഷ്ട്രീയത്തിലും പാർലമെൻറ്റ് അംഗം കൂടി ആയതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഇന്ത്യ മുന്നണി അങ്ങനെ ഒരു ബദൽ നീക്കം, അതിൻ്റെ പ്രാധാന്യം എത്രയാണ്, അതിൻ്റെ പ്രസക്തി? ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ സങ്കീർണതയും പ്രത്യേകതയും കണക്കെടുത്തുകൊണ്ട് ഒരു ദേശീയ തലത്തിലെ മുന്നണി, ആ ദേശീയ മുന്നണി വേണമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേരത്തെ സ്വീകരിച്ച നിലപാടുണ്ട്. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാതൃകയിൽ ഒരു ദേശീയ സംവിധാനം ഉണ്ടാകുന്നതാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോഗം ചേരുമ്പോൾ തന്നെ ആരാണ് മുഖ്യമന്ത്രി, ആരാണ് മറ്റേ മന്ത്രി എന്നല്ല, നയവും പരിപാടിയാണ് അവതരിപ്പിച്ചത്. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നിന്ന നയപരിപാടികൾ, ഇന്നിന്ന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കും. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു മാതൃകാ മുന്നണിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാട് ദേശീയാടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാതൃകയിൽ ആ രീതിയിൽ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇപ്പോൾ നമ്മൾ മാറ്റം സാധിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഇന്ത്യ മുന്നണി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യ സംവിധാനങ്ങളും മതേതരത്വവും സ്വാതന്ത്ര്യമൊക്കെ തന്നെ നിഷ്കാസിതമാകുന്ന ഒരു ഭരണഭീകരത ഇവിടെ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ക്രിയാത്മകമായ മാർഗം, ആ ക്രിയാത്മകമായ മാർഗങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിന് ഞാൻ പറഞ്ഞ പോലെ ഈ കേരളത്തിൻ്റെ ഈ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മാതൃകയിൽ അതിനുള്ള ഒരു കർമ്മപദ്ധതിയും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ, ആദ്യം തന്നെ അജണ്ട എന്താണ് ജനങ്ങൾ ചെയ്യേണ്ടതെന്നല്ല, ആരാണ് പ്രധാനമന്ത്രി, അതോടുകൂടിയിട്ടാണ് പണ്ട് ഞാൻ പാർലമെൻറ്റ് മെമ്പറായപ്പോൾ അന്നും ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ കാണുകയും കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്തിരുന്നത്. അതിൽ ആദ്യത്തെ അജണ്ട എന്നറിയോ, ആരാണ് പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ആരാണ് ചർച്ചയോടുകൂടി അത് അവസാനിക്കുന്നതാണ്. അതിനല്ല ഒരു ലക്ഷ്യവും ആദർശവും നമുക്ക് കാഴ്ചപ്പാട്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മാതൃകയിൽ എന്ന് പറയാൻ കാരണം അതാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് മാത്രമേ ഇതാണ് ഞങ്ങളുടെ പരിപാടി, ഞാൻ അധികാരത്തിൽ വന്ന ഇന്ന് ചെയ്യും എന്ന് പറയുന്നൊരു പരിപാടി. ഇതില്ലാതെ ആദ്യത്തെ അവസാനത്തെ അജണ്ട ആദ്യം എടുക്കുന്നതോടുകൂടി യോഗം അവസാനിക്കുന്ന ഒരു അനുഭവത്തിന് മുമ്പുണ്ടായി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും സമന്വയത്തിൻ്റെ ഭാഷയാണ്, ആദർശത്തിൻ്റെ രാഷ്ട്രീയമാണ്. പക്ഷേ കൃത്യമായ നിലപാടുകൾ അതുതന്നെയാണ് കടന്നപ്പള്ളി രാമചന്ദ്രനെ വ്യത്യസ്തമാക്കുന്നത്. അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയ നിലപാട് പറയുന്നു, ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൃത്യമായ വീക്ഷണം പറയുന്നു. ഏതായിരുന്നാലും ഒരിക്കൽ കൂടി മന്ത്രിയായി പദവിയിലെത്തുമ്പോൾ എല്ലാ ആശംസകളും. ബോൻ മുരളിക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.